ഹായ് ആൾ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഭൂമിയുടെ ഘടനയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. നോക്കാം. ഭൂമിയുടെ ഉള്ളിൽ നിന്നും വമിക്കുന്ന വിഷവാതകങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ധരിക്കുന്ന ജീവൻ രക്ഷാ ഉപകരണം. ഭൂമിയുടെ ഉള്ളിൽ നിന്നും വമിക്കുന്ന വിഷവാതകങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ധരിക്കുന്ന ജീവൻ രക്ഷാ ഉപകരണം. ഓക്സി ബോക്സ്. ഭൂമിയുടെ ഉള്ളിൽ നിന്നും വമിക്കുന്ന വിഷവാതകങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ധരിക്കുന്ന ജീവൻ രക്ഷാ ഉപകരണം ഓക്സി ബോക്സ്. ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച് താപവും മർദ്ദവും കൂടുന്നു. ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച് താപവും മർദ്ദവും കൂടുന്നു. മുകളിലത്തെ പാളികൾ ചെലുത്തുന്ന ഭാരമാണ് താഴേക്ക് പോകുന്തോറും ഈ മർദ്ദ വ്യതിയാനത്തിന് കാരണം. ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച് താപവും മർദ്ദവും കൂടുന്നു. മുകളിലത്തെ പാളികൾ ചെലുത്തുന്ന ഭാരമാണ് താഴേക്ക് പോകുന്തോറും ഈ മർദ്ദ വ്യതിയാനത്തിന് കാരണം. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം ഏകദേശം 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം ഏകദേശം 5000 ഡിഗ്രി സെൽഷ്യസ്. ഭൂമിയുടെ ഉള്ളറകളെപ്പറ്റി മനസ്സിലാക്കാൻ സഹായിക്കുന്ന മാർഗങ്ങൾ. ഭൂമിയുടെ ഉള്ളറകളെപ്പറ്റി മനസ്സിലാക്കാൻ സഹായിക്കുന്ന മാർഗങ്ങളാണ്: 1. അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കളിൽ നിന്ന്. അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കളിൽ നിന്ന്. 2. ഖനികളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ. 3. ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിലൂടെ. അപ്പോൾ ഭൂമിയുടെ ഉള്ളറകളെപ്പറ്റി മനസ്സിലാക്കാൻ സഹായിക്കുന്ന മാർഗങ്ങളാണ്: 1. അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കളിൽ നിന്ന്. 2. ഖനികളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ. 3. ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിലൂടെ. അടുത്തത്, ഭൂമിയുടെ കേന്ദ്രഭാഗത്തുകൂടി കടന്നുപോകുന്ന സാങ്കല്പിക ദണ്ഡാണ് അച്ചുതണ്ട്. ഭൂമിയുടെ കേന്ദ്രഭാഗത്തുകൂടി കടന്നുപോകുന്ന സാങ്കല്പിക ദണ്ഡ് അച്ചുതണ്ട്. അച്ചുതണ്ടിനെ അടിസ്ഥാനമാക്കിയാണ് ഭൂമി സ്വയം കറങ്ങുന്നത്. അച്ചുതണ്ടിനെ അടിസ്ഥാനമാക്കിയാണ് ഭൂമി സ്വയം കറങ്ങുന്നത്. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ പരിക്രമണ തലത്തിലെ ചരിവ് 66.12 ഡിഗ്രി ആണ്. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ പരിക്രമണ തലത്തിലെ ചരിവ് 66.12 ഡിഗ്രി. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ലംബതലത്തിലെ ചരിവ് 23.12 ഡിഗ്രിയാണ്. അപ്പോൾ അച്ചുതണ്ട് എന്ന് പറയുന്നത് ഭൂമിയുടെ കേന്ദ്രഭാഗത്തു കൂടി കടന്നു പോകുന്ന സാങ്കല്പിക ദണ്ഡാണ് അച്ചുതണ്ട്. അച്ചുതണ്ടിനെ അടിസ്ഥാനമാക്കിയാണ് ഭൂമി സ്വയം കറങ്ങുന്നത്. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ പരിക്രമണ തലത്തിലെ ചരിവ് 66.12 ഡിഗ്രിയാണ്. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ലംബതലത്തിലെ ചരിവ് 23.5 ഡിഗ്രി. പരിക്രമണ വേളയിലുടനീളം ഭൂമി അച്ചുതണ്ടിൻ്റെ ചരിവ് നിലനിർത്തുന്നതാണ് അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്ന് പറയുന്നത്. പരിക്രമണ വേളയിലുടനീളം ഭൂമി അച്ചുതണ്ടിൻ്റെ ചരിവ് നിലനിർത്തുന്നതാണ് അച്ചുതണ്ടിൻ്റെ സമാന്തരത. ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയെ പറയുന്ന പേരാണ് ജിയോയിഡ്. ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് ജിയോയിഡ്. ജിയോയിഡ് എന്ന പദത്തിനർത്ഥം ഭൂമിയുടെ ആകൃതി. ജിയോയിഡ് എന്ന പദത്തിന് അർത്ഥം ഭൂമിയുടെ ആകൃതി. കാനഡക്കാരനായ ജീൻ ബലിവോ എന്ന സാഹസിക സഞ്ചാരിക്ക് കാൽനടയായും കപ്പൽ യാത്ര ചെയ്തും ഭൂമിയെ വലം വയ്ക്കാൻ വേണ്ടി വന്ന വർഷങ്ങൾ ഏകദേശം 11 വർഷങ്ങൾ. കാനഡക്കാരനായ ജീൻ ബലിവോ എന്ന സാഹസിക സഞ്ചാരിക്ക് കാൽനടയായും കപ്പൽ യാത്ര ചെയ്തും ഭൂമിയെ വലം വയ്ക്കാൻ വേണ്ടി വന്ന വർഷങ്ങൾ ഏകദേശം 11 വർഷങ്ങളാണ്. അടുത്തത്, ഭൂമിയുടെ ഏകദേശ ചുറ്റളവ് 40,000 കിലോമീറ്റർ. ഏകദേശ ചുറ്റളവാണ് 40,000 കിലോമീറ്റർ. ഭൂമിയുടെ ആകൃതി ജിയോയിഡ്. ഭൂമിയുടെ ശരാശരി താപനില 14 ഡിഗ്രി സെൽഷ്യസ്. ധ്രുവപ്രദേശത്ത് ഭൂമിയുടെ ചുറ്റളവ് 40,008 കിലോമീറ്റർ. ഏകദേശ ഭൂമിയുടെ ചുറ്റളവ് എന്ന് പറയുന്നത് 40,000 കിലോമീറ്ററാണ്. ഭൂമധ്യരേഖയുടെ വ്യാസം 12,756 കിലോമീറ്റർ.
വ്യാസം, ഭൂമധ്യരേഖയുടെ വ്യാസം 12,786 കിലോമീറ്റർ. ധ്രുവീയ വ്യാസം 12,713 കിലോമീറ്റർ. ഭൂമിയുടെ പലായന പ്രവേഗം 11.2 കിലോമീറ്റർ. ഭൂമിയുടെ ഏകദേശ ആരം 6,370 കിലോമീറ്റർ. ഭൂമിയുടെ ഏകദേശ ആരം 6,370 കിലോമീറ്റർ. അപ്പോൾ ഭൂമിയുടെ ഏകദേശ ചുറ്റളവ് എന്ന് പറയുന്നത് 40,000 കിലോമീറ്റർ. ഭൂമിയുടെ ആകൃതി ജിയോയിഡ്. ഭൂമിയുടെ ശരാശരി താപനില 14 ഡിഗ്രി സെൽഷ്യസ്. ധ്രുവപ്രദേശത്ത് ഭൂമിയുടെ ചുറ്റളവ് 40,008 കിലോമീറ്റർ. ഭൂമധ്യരേഖയുടെ വ്യാസം 12,786 കിലോമീറ്റർ. ധ്രുവീയ വ്യാസം 12,713 കിലോമീറ്റർ. ഭൂമിയുടെ പലായന പ്രവേഗം 11.2 കിലോമീറ്റർ. ഭൂമിയുടെ ഏകദേശ ആരം 6,370 കിലോമീറ്റർ. ഗ്ലോബിൽ നെടുകെ കാണുന്ന വരകളാണ് രേഖാംശ രേഖകൾ. ഗ്ലോബിൽ നെടുകെ കാണുന്ന വരകൾ രേഖാംശ രേഖകൾ. ഗ്ലോബിൽ കുറുകെ കാണുന്ന വരകൾ അക്ഷാംശ രേഖകൾ. ലോക ഭൗമ ദിനമായി ആചരിക്കുന്ന ദിവസം ഏപ്രിൽ 22. 1970 മുതൽ ലോക ഭൗമ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ഏപ്രിൽ 22. 2020 ലോക ഭൗമ ദിനത്തിൻ്റെ പ്രമേയമാണ് ക്ലൈമറ്റ് ആക്ഷൻ. ലോക ഭൗമ ദിനത്തിൻ്റെ പ്രമേയം 2020 ലോക ഭൗമ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ക്ലൈമറ്റ് ആക്ഷൻ. 2021 ലോക ഭൗമ ദിനത്തിൻ്റെ പ്രമേയം എന്നത് റീസ്റ്റോർ അവർ എർത്ത്. 2021 റീസ്റ്റോർ അവർ എർത്ത്. 2022 ലോക ഭൗമ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ഓൺലി വൺ എർത്ത്. ഓൺലി വൺ എർത്ത്. 2023 ലോക ഭൗമ ദിനത്തിൻ്റെ പ്രമേയം ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ്. അപ്പോൾ ലോക ഭൗമദിനമായി ആചരിക്കുന്ന ദിവസം 1970 മുതൽ ഏപ്രിൽ 22 ലോക ഭൗമദിനമായി ആചരിക്കുന്ന ദിവസം ഏപ്രിൽ 22, 1970 മുതൽ. 2020 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം ക്ലൈമറ്റ് ആക്ഷൻ. 2021 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം റീസ്റ്റോർ അവർ എർത്ത്. 2022 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം ഓൺലി വൺ എർത്ത്. ഓൺലി വൺ എർത്ത്. 2023 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ്.